സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണമായ സൗഖ്യദായകമായ കുദാശ എന്നറിയപ്പെടുന്ന രോഗീ ലേപനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. കടുമേനി ഇടവകയിൽ നിന്നുള്ള മതാധ്യാപകരും യുവജനങ്ങളുമാണ് ഈ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങളുടെ ഇടപെടലുകൾ, സംവാദങ്ങൾ ഒക്കെ വളരെ ഗുണകരമായിരുന്നു, വളരെ ഭാവാത്മകമായിരുന്നു. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ദിവസവും നിങ്ങൾ വളരെ സർഗാത്മകമായി സംവാദത്തിൽ പങ്കെടുക്കും എന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം. ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്? രോഗീ ലേപനത്തെക്കുറിച്ചാണ് അല്ലേ? ഈ രോഗീ ലേപനം എന്ന കൂദാശ ആർക്കാണ് പരികർമ്മം ചെയ്യാൻ അവകാശമുള്ളത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ കൂദാശ വ്യക്തികൾ സ്വീകരിക്കുന്നത്? ഈ കൂദാശ സ്വീകരിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും സംവദിക്കുക. ഈ ചർച്ചയ്ക്ക് വേണ്ടി സഹായകമായ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ പറയാൻ മാത്രമേ ഞാൻ മെനക്കെടുന്നുള്ളൂ. അതായത് രോഗീ ലേപനം ഒരു കൂദാശയാണ്. രോഗങ്ങൾ സുഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് അല്ലേ? നിത്യജീവൻ പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ആരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛനാണോ, മെത്രാനാണോ, മാർപ്പാപ്പയാണോ, ഒരു ഗുണവുമില്ല. വലിയ മുതലാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിത്യജീവൻ പ്രാപിക്കാത്ത എല്ലാ ജീവിതങ്ങളും പാഴായി പോകുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഇതര കൂദാശകളെ പോലെ രോഗീലേപനം എന്ന കൂദാശയും ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വ്യക്തിയുടെ നിത്യരക്ഷയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. ആ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ വരപ്രസാദം ഈ രോഗിക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ കൂദാശയിലൂടെ അടിസ്ഥാനപരമായി നാം ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കൂദാശയുടെ പരമമായ ലക്ഷ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിത്യരക്ഷ, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂദാശ എല്ലാ രോഗികൾക്കും സ്വീകരിക്കാവോ എന്ന് ചോദിച്ചാൽ മാമോദീസ സ്വീകരിച്ച രോഗികൾക്കാണ് എന്തുള്ളത്? രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാൻ അവകാശം. കാരണം മറ്റെല്ലാ കൂദാശകൾക്കും അർത്ഥം നൽകുന്നത് മാമോദീസായിലൂടെ ക്രിസ്തുവിനോടും തിരുസഭാഗാത്രത്തോടും ഒരു വ്യക്തി ഐക്യത്തിലെത്തിക്കഴിഞ്ഞാലാണ് ഈ കൂദാശയ്ക്കുള്ള അർഹത ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ ഈ കൂദാശയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളും മേഖലകളും നിങ്ങൾ ചർച്ചയ്ക്കായി ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. കൂടുതൽ വിശദാംശങ്ങൾ ഈ കൂദാശയുമായി ബന്ധപ്പെട്ടവ നിങ്ങളുടെ ചർച്ചകളിലൂടെ വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകളെ ക്രോഡീകരിക്കാനായി എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് സംവാദത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് ഏഞ്ചൽ തെങ്ങുംപള്ളിൽ. പിതാവേ, രോഗീലേപനം എന്ന കുദാശയുടെ ഫലങ്ങൾ വിശദീകരിക്കാമോ? യെസ്, ഏഞ്ചലിൻ്റെ ചോദ്യം
രോഗീലേപനം എന്ന കൂദാശയുടെ ഫലങ്ങളാണ്. ഫലങ്ങൾ വിശദീകരിക്കാവുന്ന അല്ലേ? എന്തൊക്കെയായിരിക്കും രോഗീലേപനത്തിൻ്റെ ഫലങ്ങൾ? നമ്മൾ ഇതുവരെയും പല ഫലങ്ങളും പറഞ്ഞു അല്ലേ? അതായത് ഒന്നാമത്തെ ഫലം, ആ വ്യക്തിക്ക് ശാരീരിക സൗഖ്യം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ശാരീരിക സൗഖ്യം ദൈവം കൊടുക്കുന്നു. 2, തുടർന്ന് സഹിക്കാനാണ് ദൈവ തിരുമനസ് എങ്കിൽ ഈശോമിശിഹായുടെ കുരിശിലെ സഹനത്തിൻ്റെ കൃപ ആ വ്യക്തിക്ക് ലഭിക്കുകയും സഹനങ്ങളെ ദൈവഹിതപ്രകാരം സ്വീകരിക്കാൻ ആ വ്യക്തിയെ ഒരുക്കുകയും ചെയ്യും. ആ വ്യക്തി മരണത്തിലൂടെ ദൈവമഹത്വത്തിലെത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയെ നിത്യ ജീവനിലേക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ്. 4, കുമ്പസാരം എന്ന കൂദാശയിൽ പാപമോചനം നേടാത്ത ഏതെങ്കിലും പാപങ്ങൾ ആ വ്യക്തിയിലുണ്ട് എങ്കിൽ ആ പാപങ്ങളുടെ മോചനം ഈ രോഗീലേപനം എന്ന കൂദാശയിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിവിധങ്ങളായ ഫലങ്ങൾ രോഗീലേപനം എന്ന കൂദാശയ്ക്കുള്ളതായിട്ടാണ് തിരുസഭാ മാതാവ് പഠിപ്പിക്കുന്നത്. CCC 1532 ഖണ്ഡികയിൽ ഫലങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് അനുതാപ ശുശ്രൂഷയിലൂടെ പാപമോചനം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പാവങ്ങളുടെ മോചനം എന്നതാണ്. കുമ്പസാരം എന്നത് ഫലപ്രദമായി നടക്കുന്നത് നല്ല കുമ്പസാരത്തിനുള്ള 5 കാര്യങ്ങൾ അനുവർത്തിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അബോധാവസ്ഥയിലായിരിക്കുന്ന ഒരു രോഗിക്ക് രോഗീലേപനത്തിലൂടെ എങ്ങനെയാണ് ഈ പാപങ്ങളുടെ മോചനം ലഭിക്കുന്നത്? അദ്ദേഹത്തിൽ ഈ 5 കാര്യങ്ങൾ അനുവർത്തിക്കപ്പെടുന്നില്ലല്ലോ. യെസ്, അതൊരു നല്ല ചോദ്യമാണ് സാറ് ചോദിച്ചത്. സാറിൻ്റെ പേര് ടോമി സാറിൻ്റെ ചോദ്യം അല്ലേ? അങ്ങനെ ചുളുവിൽ പാപമോചനം നേടണ്ട എന്നാണ് ടോമി സാറിൻ്റെ ഒരു നിലപാട്. അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മുട്ടയിൽ നിന്ന് പരിഹാരം ചെയ്ത് കുമ്പസാരിച്ചിട്ട് ഒരുത്തിനതാ ചുമ്മാ നടന്നേച്ച് അവസാനം ഇത് ചുളുവിലടിച്ചുകൊണ്ട് പോകും. അത് വേണ്ട അല്ലേ? യെസ്, അത് ടോമി സാർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. പാപമോചനം നേടേണ്ട യഥാർത്ഥ കൂദാശ ഏതാണ്? കുമ്പസാരം. പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ പാപം ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്ത് പാപമോചനം നേടുന്നതാണ് പാപമോചനത്തിൻ്റെ ഏറ്റവും ആധികാരികമായ വഴി. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യക്തി പരിഹാരം ചെയ്തോ അനുതപിക്കുന്നുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. പ്രത്യക്ഷത്തിൽ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ കാണിക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അതേസമയം ആ വ്യക്തിയുടെ ആത്മാവ് ഒരുപക്ഷെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു, ചിന്തിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ വ്യക്തി തൻ്റെ പാപത്തെയോർത്ത് അനുതപിക്കുകയും ദൈവമേ ഈ പാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് ആ വ്യക്തിയുടെ ആത്മാവ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാകാം. ഒരുപക്ഷെ അതിനുള്ള ഉത്തരമായിട്ടാകാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇങ്ങനെ രോഗീലേപനത്തിൻ്റെ കൂദാശ നൽകുവാനുള്ള സാഹചര്യമൊരുക്കി. മറ്റൊരു വഴിയും കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്ന അബോധാവസ്ഥയിലുള്ള വ്യക്തി കുറേ പാപം മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. ആ വ്യക്തി മാനുഷികമായ രീതിയിൽ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിഞ്ഞുകൂടാ, അതിനെയും വിധിക്കാൻ നമ്മൾ ആരുമല്ല. ആ നന്മ പ്രവൃത്തികളെല്ലാം പാഴായി പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ആ വ്യക്തി ജീവിതകാലത്ത് ചെയ്ത നന്മ പ്രവൃത്തി ശരിയാണ്, ആ വ്യക്തി പള്ളിയിൽ പോയിട്ടില്ല, കൂദാശ ജീവിതം നയിച്ചിട്ടില്ല, പക്ഷേ അയാളൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ആ വ്യക്തിക്ക് തൻ്റെ പുത്രനിലൂടെ കിട്ടിയ രക്ഷയിൽ പങ്കാളിത്തം നൽകുന്നതിനുള്ള അവസാനത്തെ അവസരമായി രോഗീലേപനത്തെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും അന്യായം കണ്ടെത്താൻ പറ്റുമോ ടോമി സാറേ? ഇല്ല, പറ്റിയല്ല അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്ന യഥാർത്ഥ വിഷയം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ മറ്റൊരു മാനം കൂടിയുണ്ട് അതിന്. ആ വ്യക്തി ഇപ്പോൾ വലിയ സഹനത്തിലാണ് കഴിയും. ഓപ്പറേഷൻ ചെയ്ത് കീറി മുറിച്ച് ശരീരം അനക്കാൻ മേലാതെ
ശ്വാസം കഴിക്കാൻ തടസ്സം നേരിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. അപ്പോഴാ വ്യക്തിക്കുണ്ടാകുന്ന വലിയ സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളെ അദ്ദേഹം തൻ്റെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കുന്നുവെങ്കിൽ ആ വ്യക്തി പാപത്തിന് കുമ്പസാരിക്കുന്ന ആളെക്കാളും പരിഹാരം ചെയ്തിട്ടുണ്ട് എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാം. ഇനി ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുക, ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുമില്ല, ആ വ്യക്തിക്ക് ദൈവത്തെ അപ്പോഴും പുച്ഛമാണ് എങ്കിൽ ഒരു സാധ്യതയും കൂടി സഭ നിർദ്ദേശിക്കുന്നു. എന്താണ്? അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെ വിശ്വാസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ മനുഷ്യന് ഈ കൂദാശ നൽകാവുന്നതാണ്. അതുകൊണ്ട് അബോധാവസ്ഥയിലെ കൂദാശ അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം എങ്കിലും അത് അത്ര കണ്ട് അർത്ഥശൂന്യമല്ല എന്ന് തിരിച്ചറിയുക, അതാണ് നല്ലത്. ടോമി സാറ് പറഞ്ഞ ഈ വിഷയത്തിൽ ഒരു വലിയ സത്യം കൂടിയുണ്ട്. ഇതൊന്നുമില്ല, ആളുകൾക്കും വിശ്വാസമില്ല, ചുറ്റുമുള്ളവരും വിശ്വാസമില്ല. വികാരിച്ചന് തോന്നി, ദൈവമേ അയാൾക്ക് ഒരു ഒപ്രശ്യമാകും കൊടുത്തേക്കാം, ഗുണപ്പെടുവാണേ ഗുണപ്പെടട്ടെ എന്ന് പറഞ്ഞ് വികാരിച്ചൻ കൊണ്ടുപോയി ഒരു ഒപ്രശ്യമാ കൊടുത്തു. ആ വ്യക്തിക്ക് അതിൻ്റെ ഫലം എങ്ങനെ കിട്ടുമെന്ന് വിധിക്കാൻ നമ്മൾ ആളല്ല. പക്ഷേ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തോട് താല്പര്യമില്ല. ഈ കിടക്കുന്ന അവസ്ഥയിലും ആ വ്യക്തിക്ക് ദൈവത്തോട് താല്പര്യമില്ല എങ്കിൽ ആ കൂദാശയുടെ ഫലം ആ വ്യക്തിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ലഭിക്കും എന്ന് പറയാൻ നമുക്കാവില്ല. മറിച്ച് സഭ ആ വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ആ വ്യക്തി വ്യക്തിപരമായി ആ കൂദാശയുടെ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവിക്കാൻ പര്യാപ്തനാകുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്കറിയില്ല. പിതാവിൻ്റെ വാക്കുകളിലൂടെ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഭ എത്രമാത്രം കരുതലോടെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ദീപ്തി മണപ്പാട്ട്. പിതാവെ, രോഗീലേപനം എന്ന കൂദാശ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് പിന്നീട് ഒരിക്കലും രോഗം വരില്ലേ? ഇനി അഥവാ രോഗം വരികയാണെങ്കിൽ ഈ കൂദാശയുടെ ഫലം ഇല്ലാതാവുമോ? അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഈ കൂദാശ കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ കാലദൈർഘ്യം എത്രയാണ്? യെസ്, ദീപ്തിയുടേത് നല്ല ചോദ്യമാണ്. ഈ രോഗീലേപനം സ്വീകരിച്ച രോഗി പിന്നെ ഒരിക്കലും രോഗം വരാതിരിക്കുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം, ഇല്ലേ? യെസ് ദീപ്തി, ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കും. ഈശോ ലാസറിനെ ഉയർപ്പിച്ചു, ഇല്ലേ? ഉയർപ്പിച്ചു. ആ ലാസർ പിന്നെ എങ്ങനെയാണ് മരിച്ചത്? ആ ലാസർ പനി പിടിച്ച് മരിച്ചുപോയി, ഇല്ലേ? അങ്ങനെ വിചാരിക്കുക. അതായത് ദൈവം ഒരാൾക്കൊരു കൃപ കൊടുത്തു. നായിമിലെ വിധവയുടെ മകന് ആന്നും പറഞ്ഞ് ഏതെങ്കിലും ചേട്ടന്മാർ ഇപ്പോഴും നടപ്പുണ്ടോ? എന്നെ ഈശോ ഉയർപ്പിച്ചാൽ ഞാൻ മരിക്കുകയില്ലാന്ന്. അല്ല, ദൈവം ഒരു കൃപ കൊടുക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ കൃപ ആ പ്രത്യേക സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയാണ്. ആ കൃപ നിത്യജീവനിലേക്കുള്ള ഒരുക്കം മാത്രമാണ്. ഭൗമികമായ ഒരു കൃപയും നിത്യജീവന് തുല്യമല്ല. അവയെല്ലാം നിത്യജീവനിലേക്കുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, രോഗീലേപനം സ്വീകരിച്ച വ്യക്തികൾക്ക് പിന്നെയും രോഗം വരാം. മനുഷ്യന് മരിക്കാനൊരു കാരണം വേണം, ഇല്ലേ? മനുഷ്യന് മരിക്കാനൊരു കാരണം വേണം. വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ഈയിടെ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. ഒരു ബസ് തീ പിടിച്ചു, ബാംഗ്ലൂർക്ക് പോകുന്ന ബസ് തീ പിടിച്ച് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങി നിന്നു. ആളി കത്തുന്ന തീയെ നോക്കി അതിനകത്ത് കുറേ മനുഷ്യർ കുടുങ്ങി മരിക്കുന്നു. ഇത് കണ്ട് ഇവർ ഭയാശങ്കയോടെ നോക്കി നിന്നപ്പോൾ ചീറിപ്പാഞ്ഞ് വന്ന ഒരു ടിപ്പർ ലോറി ഇടിച്ച് ഇവരും മരിച്ചു. കാര്യം വലിയ തീയെ രക്ഷപ്പെട്ടു, പക്ഷേ അത് യഥാർത്ഥത്തിൽ രക്ഷയായിരുന്നു. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക, നിത്യജീവനിൽ കുറഞ്ഞതൊന്നിനെയും നമ്മൾ ശാശ്വതമായ നേട്ടമായി കരുതരുത്. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പാഠമാണ്. നിത്യജീവനിൽ കുറഞ്ഞതിനൊന്നിനും ശാശ്വതമായ നിലനിൽപ്പില്ല. അതിനെ നേട്ടമായിട്ട് വിലയിരുത്താനും പാടില്ല.
അതുകൊണ്ട് ഒരു രോഗം വന്നയാൾക്ക് രോഗീലേപനം കഴിഞ്ഞാൽ വീണ്ടും രോഗം വരാം, അയാൾ മരിക്കും. രോഗീലേപനം വന്നയാൾ ചിരഞ്ജീവിയായി ജീവിക്കും എന്ന് ബൈബിൾ പറയുന്നില്ല, അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈ രോഗീലേപനം വന്നാൽ ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെയും സ്വീകരിക്കാവോ? തീർച്ചയായും സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഇത് ആവർത്തന കൂദാശകളിൽ പെട്ടതാണ്. രോഗീലേപനം ആവർത്തിച്ച് സ്വീകരിക്കാവുന്നു. അതായത് രോഗീലേപനം വരുമ്പോൾ ഇപ്പം മൂക്കിനൊരു വേദന തോന്നുന്ന ഒരു രോഗീലേപനം സ്വീകരിച്ചേക്കാം, അല്ലെ ചെവിക്കകത്തൊരു ഈച്ച കയറി എന്നാൽ രോഗീലേപനം സ്വീകരിച്ചേക്കാം. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്കല്ല, മരണകരമായ രോഗമാണ് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ എന്തു ചെയ്യാം? രോഗീലേപനം സ്വീകരിക്കും. ഒരു രോഗീലേപനം സ്വീകരിച്ചാൽ അടുത്ത രോഗീലേപനം സ്വീകരിക്കുന്നതിന് കൃത്യമായ ദിവസമൊന്നും സഭ നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും ഒരു പൊതുധാരണ എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ രോഗീലേപനം സ്വീകരിക്കുക. അതായത് ഒരു രോഗീലേപനം സ്വീകരിച്ച 6 മാസം വരെയും പിന്നീട് രോഗീലേപനം സ്വീകരിക്കണ്ട എന്നാണ് പറയുക, അല്ലേ? അതിൻ്റെ ഫലം നമ്മൾ തുരുമ്പ് ഇഞ്ചക്ഷൻ, ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്താൽ TT എടുക്കുന്നു, എത്ര മാസത്തേക്കാണ്? അങ്ങനെയൊക്കെയുള്ള ചില മുൻകരുതലുകൾ. ഇത് സഭയുടെ ഔദ്യോഗിക പഠനമല്ല, ഒരു ധാരണയാണ് അതേക്കുറിച്ചുള്ളത്. നിങ്ങൾക്ക് ഒരു രോഗം വന്നു, ആ 1 മാസം കഴിഞ്ഞ് വീണ്ടും വേറൊരു രോഗാവസ്ഥയിൽ ഇത് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും സ്വീകരിക്കാം എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. പ്രായമായവരൊക്കെ വീട്ടിലായിരിക്കുമ്പോഴുള്ള മറ്റുള്ളവരുടെയൊക്കെ സംശയമാണ് പിതാവ് ഇത് പലപ്പോഴും. ഒരാഴ്ച രോഗീലേപനം കൊടുത്തു, വീണ്ടും അവരുടെ ആരോഗ്യമൊക്കെ ഭേദമായി, വീണ്ടും 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അസുഖം വഷളായി കഴിയുമ്പോഴൊക്കെ അവർ ആശുപത്രിയിൽ വരുമ്പോൾ പെട്ടെന്നൊക്കെ അന്തിര കൂദാശ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ വീട്ടുകാർ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അത് പിതാവിൻ്റെ ഉത്തരം അത് കുറച്ചുകൂടെ നന്നായി എന്ന് തോന്നുന്നു. അത് സുബിനച്ചൻ പറഞ്ഞത് പലപ്പോഴും ഈ വീട്ടിലെ ആളുകളുടെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. ഈ രോഗീലേപനം വീണ്ടും കൊടുത്താൽ കാര്യത്തിനൊരു തീരുമാനമാകുമോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വരുന്ന വീട്ടുകാരും ഉണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ. എൻ്റെ പേര് അലീന കുന്നിപ്പറമ്പിൽ. പിതാവേ, രോഗിലേപനം എന്ന കൂദാശ നൽകുന്നതിനിടയിൽ രോഗി മരിക്കാനിടയായാൽ ആ കൂദാശയുടെ ഫലം രോഗിക്ക് ലഭിക്കുമോ? ഇത് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ രോഗി മരിക്കുന്നു, അല്ലേ? നൽകിക്കൊണ്ടിരിക്കും. അത്രമേൽ സന്നിഗ്ധാവസ്ഥയായ ഒരു കാര്യമാണ്. ഇതിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും ചൊല്ലാതെ അതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ മാത്രം ചൊല്ലി രോഗീലേപനം കൊടുക്കുന്ന ക്രമം സഭയിലുണ്ട്. ഇനി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗി മരിച്ചു എങ്കിലും രോഗീലേപനത്തിൻ്റെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കാവുന്നതാണ്. കാരണം എന്താണ്? ആ മരിച്ച് ഒരു നിശ്ചിത സമയം വരെയും ആ ശരീരം സജീവാവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നു, അതിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ നിൽക്കുന്നു. അതുകൊണ്ട് ആ അവസ്ഥയിൽ രോഗീലേപനത്തിൻ്റെ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് രോഗി മരിച്ചു എന്ന് തോന്നുന്ന അയ്യോ ഇനി കൊടുത്തിട്ട് കാര്യമില്ല എന്ന മട്ടിൽ അന്നേരം ഫുൾ സ്റ്റോപ്പ് ഇടണ്ട. ഈ തുടങ്ങിയ ശുശ്രൂഷകൾ മരണത്തിൻ്റെ സമയത്തും മരണശേഷവും പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട്. മരിച്ചു കഴിഞ്ഞ് 5-6 മണിക്കൂർ കഴിഞ്ഞു വന്ന് പിന്നെ രോഗീലേപനം കൊടുക്കരുത്. മൃതശരീരത്തിന് രോഗീലേപനമില്ല, മറിച്ച് ഈ കൂദാശ പരികർമ്മം ചെയ്ത് തുടങ്ങുന്ന അവസരത്തിൽ എങ്കിലും ആ വ്യക്തിക്ക് ജീവൻ ഉണ്ടായിരിക്കണം. ഇതാണ് രോഗീലേപനത്തെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നത്. അടുത്ത ചോദ്യം. ഓക്കെ. എൻ്റെ പേര് ജസ്റ്റിൻ കളപ്പുരയ്ക്കൽ. പിതാവ്, ജനിച്ച ഉടനെ രോഗബാധിതരായ ശിശുക്കൾക്ക് മാമോദീസയ്ക്ക് പുറമെ രോഗീലേപനം നൽകേണ്ടതുണ്ടോ? യെസ്, രോഗബാധിതരായ ശിശുക്കൾക്ക് മാമോദീസ എല്ലാ പ്രതിസന്ധിക്കുമുള്ള പരിഹാരമാണ്. ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും പരിഹാരമാണ് വാസ്തവത്തിൽ മാമോദീസ. മാമോദീസയുടെ കൂടെ രോഗീലേപനം നൽകേണ്ട കാര്യമില്ല. അതേസമയം മാമോദീസ സ്വീകരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രോഗീലേപനം നൽകുന്നത് ദൈവശാസ്ത്രപരമായി നല്ലതാണ്, ഗുണകരമാണ്. കാരണം മാമോദീസയുടെ ഫലങ്ങൾ കൂടാതെ രോഗീലേപനത്തിന് ചില അഡീഷണൽ ഫലങ്ങളുണ്ട്, അല്ലേ? സഹനത്തെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കുക,
ശാരീരികമായ സൗഖ്യം നൽകുക, അതുപോലെ തന്നെ നിത്യജീവന് വേണ്ടി നമ്മളെ ഒരുക്കുക തുടങ്ങിയ ഫലങ്ങൾ മാമോദീസായേക്കാളും കൂടുതലായി രോഗീലേപനത്തിൽ ഉണ്ട് എന്നുള്ളതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ മാമോദീസായ്ക്ക് ശേഷം അതിൻ്റെ പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞോ രോഗീലേപനം ശിശുക്കൾക്കാണെങ്കിലും നൽകാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യങ്ങൾ. ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് തെയ്യാമ്മ, പാമ്പാടിയിൽ. പിതാവെ, അബോധാവസ്ഥയിലായിരിക്കുന്ന രോഗിക്ക് രോഗിലേപനം നൽകുന്നതിലൂടെ അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുമോ? അതുപോലെ തന്നെ പിതാവെ, എനിക്കൊരു സംശയം കൂടിയുണ്ട്. രോഗിലേപനം എന്ന കൂദാശ നൽകുവാൻ വേണ്ടി അഭിഷിക്തരില്ലാത്ത സാഹചര്യത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിന് സഭ വിലക്കിയിരിക്കുന്ന വൈദികന് ഈ രോഗിലേപനം നൽകുവാൻ അധികാരമുണ്ടോ? യെസ്, തെയ്യാമ്മ ടീച്ചറിൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ മുൻ എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും ആ വ്യക്തിയുടെ അവസ്ഥ, ആ വ്യക്തിക്ക് എത്രമേൽ ബോധമുണ്ട്, തിരിച്ചറിവുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി കണ്ണടച്ച് കിടക്കുന്നു, അതല്ല എങ്കിൽ ആ വ്യക്തി ഒന്നും കേട്ടതായി പ്രതികരിക്കുന്നില്ല, അതല്ല എങ്കിൽ ആ വ്യക്തി ഒന്നും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ആ വ്യക്തിയിൽ എന്താണ് ചിന്തിക്കുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ അബോധാവസ്ഥയെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. എല്ലാ അബോധാവസ്ഥയും ഒരുപോലെ മനസ്സിലാക്കരുത്. ഇനി ആ വ്യക്തിക്ക് അറിവ് കുറവുണ്ട് എങ്കിൽ സഭ ആ വ്യക്തിയുടെ അറിവിനെ പരിഹരിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഈ കൂദാശയിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നതാണ് സത്യം. വീണ്ടും ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർന്ന് കാഴ്ചവെച്ച് തൻ്റെ പാപത്തിന് പരിഹാരം നേടാൻ സാധിച്ചെന്നിരിക്കും. അതല്ല എങ്കിൽ ആ വ്യക്തിയുടെ കുടുംബക്കാരായ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് ആ വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈ കൂദാശയുടെ സ്വീകരണത്തിന് ആ വ്യക്തി ഒരുക്കാവുന്നതാണ്. ഇങ്ങനെ പല വഴികളിലൂടെ ഈ കൂദാശ ഫലപ്രദമായി സ്വീകരിക്കാൻ കഴിയും എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കൂടുതലായി പ്രവേശിക്കുന്നില്ല. രണ്ടാമതായി കുട്ടിയമ്മ ടീച്ചർ ചോദിച്ച ഒരു ചോദ്യം, അടിയന്തര സാഹചര്യങ്ങളിൽ, അതായത് ഒരു വീട്ടിൽ ഒരാൾ മരിക്കാൻ തുടങ്ങും, ആ വ്യക്തിക്ക് പണ്ട് അച്ഛനായിരുന്ന ഒരാൾ, എന്നാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിള്ളേരുടെ അച്ഛനായിരിക്കുന്ന ഒരാൾക്ക് ആ അന്ത്യകൂദാശ പരികർമ്മം ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ സഭയുടെ കാനൻ നിയമം പറയുന്നത് കൊടുക്കാം എന്നാണ്. മറ്റ് വൈദികരവിടെ സ്ഥലത്തുണ്ട് എങ്കിൽ ഇദ്ദേഹം കൊടുക്കാൻ പാടില്ല. മറ്റാരുമില്ല, അതേസമയം ഈ വ്യക്തിക്ക് അന്ത്യകൂദാശയ്ക്ക് അത്രമേൽ ആഗ്രഹവുമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ മുൻ വൈദികനായിരുന്ന വ്യക്തിക്ക് ആ കൂദാശ പരികർമ്മം ചെയ്യാം. കാരണം എന്താണ്? പൗരോഹിത്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മായാത്ത മുദ്ര പതിക്കുന്ന കൂദാശയാണ്. ഇതേക്കുറിച്ച് വിശദമായ ചർച്ചകൾ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പൗരോഹിത്യം മായാത്ത മുദ്ര പതിക്കുന്ന കൂദാശ ആ വ്യക്തിയെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് മുടക്കി, വിലക്കി, തടസ്സപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ആ വ്യക്തി പക്ഷെ അപ്പോഴും ആരാണ്? പുരോഹിതൻ തന്നെയാണ്. അവൻ എന്നേക്കും പുരോഹിതനാണ് എന്നാണ് വചനം പറയുക. അതുകൊണ്ട് ആ വ്യക്തിക്ക് തൻ്റെ പൗരോഹിത്യ അധികാരങ്ങൾ ഇത്തരം നിർണായക അവസരങ്ങളിൽ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ തിരുസഭാ മാതാവ് അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിതാവേ, ഇപ്പോൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു പുരോഹിതന് സ്വയം ഈ രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ സാധിക്കുമോ? യെസ്, അതങ്ങനെയാണെങ്കിൽ അച്ഛന്മാർക്കെല്ലാം എളുപ്പമായിരുന്നു. കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ പാപം അങ്ങ് വിളിച്ചു പറയുക, എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചങ്ങ് ആശീർവദിക്കുക, അല്ലേ?
അങ്ങനെ സാധിക്കുമോ? ഇല്ല. അതായത് കൂദാശകൾ എപ്പോഴും സ്വീകരിക്കപ്പെടേണ്ടതാണ്. അത് മറ്റൊരാളിലൂടെ സ്വീകരിക്കപ്പെടേണ്ടതാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശ ഈശോയിൽ നിന്ന് നേരിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ഈശോ തന്നെ മുഖ്യ കാർമ്മികനായി നിൽക്കുന്നതുകൊണ്ടാണ് അച്ഛന് വിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിക്കുക. അതേസമയം മറ്റെല്ലാ കൂദാശകളും വൈദികൻ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് രോഗീലേപനം എന്ന കൂദാശ എവിടെ നിന്ന് സ്വീകരിക്കണം? മറ്റൊരു വൈദികനിൽ നിന്ന് തന്നെ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുമ്പസാരം എന്ന കൂദാശ, അച്ഛന്മാർക്ക് പാപം മോചിക്കാൻ അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ തന്നെ ഇങ്ങനെ പിടിച്ച് ആശീർവദിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം എന്താണ്? കൂദാശകൾ മറ്റൊരാളിലൂടെ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് തിരുസഭാ മാതാവ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ പല പൗരസ്ത്യ സഭകളും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പോലും ആ നിബന്ധന വയ്ക്കാറുണ്ട്. പല വൈദികർ ഒന്നിച്ച് വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ കാർമ്മികർ പരസ്പരം മറ്റ് വൈദികരിൽ നിന്ന് കുർബാന സ്വീകരിക്കണമെന്ന്. അതായത് മുഖ്യ കാർമ്മികനെടുത്ത് സഹകാർമ്മികർക്ക് കൊടുക്കുന്നു, സഹകാർമ്മികരിൽ ഒരാളെടുത്ത് മുഖ്യ കാർമ്മികന് കൊടുക്കുന്നു, അല്ലേ? വിഭൂതിയുടെ ആഘോഷത്തിൽ നിങ്ങൾ കുരിശ് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട് അച്ഛന്മാർ. പല വൈദികരുണ്ട് എങ്കിൽ എന്തു ചെയ്യും? ആ വൈദികൻ്റെ നെറ്റിയിൽ അല്ലെങ്കിൽ മെത്രാൻ്റെ നെറ്റിയിൽ മറ്റ് മെത്രാന്മാർ വൈദികരാണ് കുരിശ് വരച്ചു കൊടുക്കുന്നത്. അത് സഭയിലെ ഒരു വലിയ തിരിച്ചറിവാണ്. എന്താണ്? നമ്മളല്ല കൂദാശയുടെ അധികാരി. അതാരാണ്? ദൈവം തമ്പുരാന്. ആ തമ്പുരാൻ്റെ പ്രതിനിധിയായി മാത്രമാണ് നമ്മളിത് പരികർമ്മം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ആവശ്യം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.